സമയം മുമ്പ് ലൈവില് റോക്കിയും അൻസിബയും നമ്മുടെ ഋഷിയും പിന്നെ നൂറയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അവർ സംസാരിക്കുന്നത് ജാസ്മിനെ കുറിച്ചാണ്. ഇതിൽ റോക്കി പറയുന്നത്, എനിക്ക് പെണ്ണുങ്ങൾ കരയുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്, അതിന് ഞാൻ നല്ല വില കൊടുക്കുന്നുണ്ട്. അത് പറയുന്ന സമയത്ത് നോറ ചോദിക്കാണ്, ഇവിടെ എന്തോരം പേര് ഫേക്കായിട്ട് കരയുന്നുണ്ട്. ഇങ്ങനെ നോറ പറയുന്ന സമയത്ത് നമ്മുടെ റോക്കി പറയാണ്, ജാസ്മിനെ കണ്ടില്ലേ, അട്ടർ ഫേക്കാണ്. അട്ടർ ഫേക്ക് എന്ന് വെച്ചാൽ അട്ടർ ഫേക്കാണ് അവൾ. ഇങ്ങനെ റോക്കി പറയുന്ന സമയത്ത് ബാക്കി എല്ലാവരും ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗബ്രിയെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. ഗബ്രി ലോക ഫ്രോഡും ജാസ്മിൻ അട്ടർ ഫേക്കുമാണെന്നാണ് റോക്കിയുടെ അഭിപ്രായം. റോക്കി ഇതൊക്കെ പറയുന്ന സമയത്ത് പൊട്ടിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെയാണ് ബിഗ് ബോസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പുറത്തിറങ്ങിയ ശേഷം ഇവരാരുമായിട്ടും കോണ്ടാക്ട് വെക്കാൻ താല്പര്യമില്ലെന്നാണ് റോക്കി പറയുന്നത്. ഇങ്ങനെ റോക്കി പറയുന്ന സമയത്ത് നോറയും പറയുന്നുണ്ട്, എനിക്ക് ഒരു താല്പര്യവുമില്ല, ഇവിടുന്ന് തന്നെ ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ അവരുമായിട്ട് ഞാനില്ല, പിന്നെയാണോ പുറത്തു പോയിട്ട്, എനിക്കും താല്പര്യമില്ല എന്നാണ് നോറയും പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടാളും ആയിട്ട് ഒരു കോണ്ടാക്റ്റും പുറത്തു പോയാൽ ഉണ്ടാകില്ല, അതിന് താല്പര്യമില്ല എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്, റോക്കിയും നോറയും. കുറച്ച് കഴിഞ്ഞ് നമ്മളെ റോക്കി ചോദിക്കുന്നുണ്ട്, ഇന്നല്ലേ ജാസ്മിന്റെ അച്ഛന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്, എന്നിട്ട് അവള് നല്ല ഹാപ്പി ആയിട്ടാണല്ലോ ഇന്ന് നടക്കുന്നത്. അവൾ അന്ന് കുറച്ച് കരയുന്നതൊക്കെ കണ്ടു, പിന്നെ അവള് ഇന്ന് വരെ ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ ഉള്ളത്. നമ്മുടെ പേരൻസിനൊക്കെ ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊക്കെ ചെറിയൊരു ടെൻഷനെങ്കിലും ഉണ്ടാവത്തില്ലേ, ഇത് അതുപോലും അവളുടെ മുഖത്ത് കാണുന്നില്ലല്ലോ. ഇത് കേട്ട് നോറ പറയുന്നുണ്ട്, എന്റെ അമ്മയ്ക്കെങ്ങാനാണ് വയ്യാതെ ഇരുന്നെങ്കിൽ ഞാനിങ്ങനെ കളിച്ചും ചിരിച്ചും ഫേസ് പാക്കുകൾ ഇട്ടൊന്നും നടക്കത്തില്ല. ഇത് പറയുമ്പോൾ തന്നെ ബിഗ് ബോസ് ജാസ്മിനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്നത് കൊണ്ട് തന്നെ ഫേസ് പാക്കുകളൊക്കെ ഇട്ടിട്ട് മുഖം സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ് ജാസ്മിൻ. ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ മുഖം വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് ഫേസ് പാക്കുകളൊക്കെ ഇട്ട് ഫേഷ്യലും ക്ലെൻസിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ. ഇത് കണ്ട് ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്കൊക്കെ മൊത്തം സംശയം. കാരണം അച്ഛൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷന് വേണ്ടി കിടക്കുവാണെന്ന സമയത്ത് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? എന്തായാലും ജാസ്മിന്റെ തരികിടയും ജാസ്മിൻ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് അച്ഛന്റെ ഓപ്പറേഷൻ കഥയൊക്കെ പക്ക ഫേക്ക് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും റോക്കി അടക്കമുള്ള ആൾക്കാർ ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല. എല്ലാവർക്കും ഇപ്പോൾ വിശ്വാസം വന്നിട്ടില്ല. അല്ലേലും ആരെങ്കിലും വിശ്വസിക്കോ? സ്വന്തം ഉപ്പ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇത്രയും സർജറിയും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് വന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ് കൂക്കി വിളിച്ച ആള് ഇപ്പൊ വന്നിട്ട് ഫേസ് പാക്ക് ഇട്ട് മുഖവും ഫേഷ്യൽ ചെയ്ത് ക്ലെൻസിങ്ങും ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനൊന്നും ഒരു പ്രശ്നമില്ല, അത്രയും ഹാപ്പി ആയിട്ട് ആൾ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ തന്നെ ബാക്കിയുള്ളവർ മണ്ടന്മാരല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇത് വേറെന്തോ കാര്യത്തിനാണ് അന്ന് ബിഗ് ബോസ് വിളിച്ചത്. അല്ലെങ്കിൽ പിന്നെ പുറത്തുള്ള കാര്യം എല്ലാം അറിഞ്ഞതുപോലെ വന്നിട്ട് ഗബ്രി ആയിട്ട് ഇപ്പൊ ഒരുമിച്ച് നടക്കാത്തതും ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ലൈവിൽ ഇതൊക്കെയാണ് നടന്നിട്ടുള്ളത്. എല്ലാവർക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി ലാലേട്ടനും കൂടി വന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാല് തൃപ്തിയായിട്ടുണ്ടാവും. ജാസ്മിന്റെ ഉപ്പ വിളിച്ച വോയിസ് റെക്കോർഡൊന്നും ആരും ഇതുവരെ കേട്ടിട്ടില്ല. അതെങ്ങാനും പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കുഴപ്പമാക്കുന്നുള്ളത് ഉറപ്പാണ്. പുതിയ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട.